ഒരു ഗോളല്ലേന്നോ? ഒരു ഗോളിന് തോറ്റാലും 9 കോൺസിന് തോറ്റാലും കാരം ബോർഡായാലും ഫുട്ബോൾ ആയാലും ഇനിയിപ്പോ ക്രിക്കറ്റ് ആണെങ്കിൽ ഒരു റണ്ണിന് തോറ്റാ തോൽവി തോൽവി തന്നെയാണ്. ഇനി അതിനെ ന്യായീകരിക്കണ്ട. ഈ രംഗം കണ്ടങ്ങള് എത്ര അടിയാണ് പോസ്റ്റിക്ക് ചെല്ലുന്നത്. ആ മാർട്ടിനസ് പറഞ്ഞ ഗോളില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ പെപ്പര പാടീനി. അതാണ് സത്യം. എവിടെ അർജന്റീനന്റെ കളി? ആ ബോക്സിൽ അർജന്റീനന്റെ പ്ലേയേഴ്സ് മുഴുവൻ നിന്നിട്ടും ആ ചെക്കന്മാര് കയറി വന്ന് അടിക്കണേ. മനസ്സിലായോ? ഇന്നലെ നിങ്ങൾക്ക് പന്ത് നല്ലൊരു ഷോട്ട് തിരിച്ച് സ്പെയിനിനെ അടിക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ടില്ല. അതായത് ശരിക്കും ഇന്നലെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അർജന്റീന എന്ന് പറയുന്ന ടീമിനെ അങ്ങേ അറ്റം പ്രതിസന്ധിയിലാക്കി കണ്ടാണ് സ്പെയിൻ ആ മുന്നേറ്റം നടത്തിയത്. അത് ലോകം മുഴുവനും കണ്ടതാണ്. നമുക്ക് മെസ്സി എന്ന് പറയുന്ന കളിക്കാരനെ നമുക്ക് കുറച്ച് കാണാനൊന്നും പറ്റൂല. പക്ഷെ അയാൾക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ മെസ്സിനെ മാർക്ക് ചെയ്തുകൊണ്ട് രണ്ടാളും വളരെ പെർഫെക്റ്റ് ആയിട്ട് നിന്ന് കണ്ട് മെസ്സിൻ്റെ അടുത്ത് ആ പന്ത് അവരും വാങ്ങല്ലേ ചെയ്യുന്നത്, ഒന്നും കൂടി അതിൻ്റെ ഡയറക്ഷൻ തെറ്റിച്ചും നീക്കി കൊടുക്കുക ചെയ്യുന്നത്. അത്രയും നല്ല പ്രതിരോധം നമ്മൾ ഇന്നലെ കണ്ടു. ഇപ്പൊ ഈ അടിക്കണ അടിയൊക്കെ എത്ര അടി ഇങ്ങനെ തലങ്ങും ബലങ്ങും ചെല്ലുന്നു. ഞാൻ കരുതിയെന്ന് എന്താ വെച്ചാല് ഫുൾ ടൈം കളി തീരുമ്പോഴത്തിന് 2 ഗോൾ എന്തായാലും. അത് മാർട്ടിനസ് എന്ന ഗോളിന്റെ അത് വല്ലാത്തൊരു മികവ് തന്നെ കേട്ടോ. അത് നമ്മൾ പറയാതെ വെക്കാൻ നിർവാഹമല്ല. പക്ഷെ കളിന്റെ കാര്യത്തിൽ ഇന്നലെ അതിവേഗ പാസുകൾ മാത്രമല്ല, അതിവേഗ ഫുട്ബോളിന്റെ ഒരു പ്രസരിപ്പ് നമ്മൾ കണ്ടു. ഏതായാലും ഇന്ന് ഗവൺമെന്റ് ലീവ് കൊടുത്തത് നന്നായി. കാരണം എന്താ വെച്ചാൽ ഇന്നലെയൊക്കെ കളി തീർന്ന് ഈ ആഘോഷം കഴിഞ്ഞ് അത്രയും നേരം കളിക്കണല്ലോ, എക്സ്ട്രാ ടൈമിലും കളിക്കാൻ. അപ്പൊ അതൊക്കെ കൂടി ആലോചിച്ച് നോക്കുമ്പോൾ കറക്റ്റാ ഇന്ന് ലീവ് കൊടുത്തത് നന്നായി. പലരും പറഞ്ഞു എന്തിനാ ലീവ്, 12:30 കളിയാണ്, അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല. എക്സ്ട്രാ ടൈമിന് ഇപ്പൊ പെനാൽറ്റിക്ക് നീങ്ങിക്കണെങ്കിൽ എന്തേക്കാരം അവസ്ഥ. അപ്പോ വളരെ ആവേശത്തോടു കൂടി പെനാൽറ്റിക്കൊന്നും പോകാതെ സ്പെയിന് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അതിൽ ഉള്ള മുഴുവൻ പ്ലേയേഴ്സും ഒരേപോലെ അവരുടെ പൊസിഷൻ ക്ലിയർ ആക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല അവരൊരു ഗോൾ ഇട്ടിട്ട് ബാക്കിക്ക് നിൽക്കാനോ ഒന്നും നിന്നില്ല, ഓല ആക്രമിച്ച് കളിക്കുന്നതാണ്. അത് ഫുട്ബോളിന്റെ ലോക ഫുട്ബോളിന്റെ സൗന്ദര്യം, സ്പെയിൻ ഫുട്ബോളിന്റെ സൗന്ദര്യം. അതിലൂടെ അർജന്റീന എന്ന് പറയുന്ന ലോകോത്തര നിലവാരമുള്ള ആ ടീം പോലും പകച്ചുപോയ രംഗം ലോകം കാണുകയാണ്. ആരും വേറെ ആരൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഒരു ഗോളല്ലേ എന്ന് ചോദിക്കണ്ട. ഒരു ഗോളുമ്പോൾ നിന്നത് നന്നായി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, വളരെ ആവേശത്തിലാണ്. അത് കിട്ടേണ്ടത് സ്പെയിനിന് തന്നെയാണ്. അവർ നല്ലോണം അധ്വാനിച്ച് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ തല്ലൂടാനും തല്ലാനൊക്കെ നിന്നു, അതൊക്കെ വളരെ മോശമാണ്. അത് കളിക്കളത്തിൽ മാത്രമല്ല കളി കഴിഞ്ഞിട്ടും തല്ലുന്ന രംഗങ്ങളൊക്കെ കണ്ട് അതൊന്നും ഒരു നല്ല കാര്യമല്ല. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു. ഏതായാലും ഒന്നുമ്മ നിന്ന് നന്നായി ആലോചിച്ചോളി. ആ ഒരു കാര്യത്തിന്റെ പുറത്ത് മനസ്സമാധാനത്തോടു കൂടി നിന്നോളി. അത്രയല്ലേ ആയിട്ടുള്ളൂ.